ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ്, റംലാനായിരുന്നു, റംലാൻ മാസം കഴിഞ്ഞു, അതേപോലെ തന്നെ നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞു. ഇപ്പോഴാണ് നമ്മളിനി പിന്നെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇടയിൽ സൂക്കൊക്കെ അതിൻ്റെയൊക്കെ ഒരു വ്ളോഗ് ചെയ്തിരുന്നു, നമ്മുടെ ഗരങ്കോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. പക്ഷേ പിന്നെ നോമ്പായപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല, നല്ല പണിത്തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്ന് ലുലു പോയപ്പോൾ ചെറിയ സാധനം മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ കളക്ഷനക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് നല്ല അടിപൊളി കാറുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പുറത്ത് വെച്ചിട്ട് വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിച്ചു. പക്ഷേ പുറത്ത് നല്ല കഠിനകഠോരമായ വെയിലാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മുന്നേ ഒരു പോർഷിൻ്റെ മേടിച്ചിരുന്നു ഹോട്ട് വീൽസ്. കാണിച്ചു തരാം, ആദ്യം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ കളക്ഷനിൽ, അതായത് നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ കളക്ഷനിൽ ഫസ്റ്റ് മേടിച്ച കാറാണ് നമ്മുടെ പോർഷിൻ്റെ 911 ടർബോ 3.6 എന്നുള്ളത്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ട്രഷർ കണ്ടുകൊണ്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ രണ്ട് ഹോട്ട് വീൽസിൻ്റെ കാർ മേടിച്ചിരിക്കുന്നത്. നമ്മുടെ ലുലുന്നാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ലുലുവിൽ ചില സമയത്ത് നല്ല കളക്ഷൻ കാണാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട്, സർപ്രൈസാണ്, കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു മോഡൽ വെറൈറ്റി മോഡലാണ്. ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും, പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷേ നോക്കിയാൽ മനസ്സിലാവും. തൽക്കാലം നമുക്ക് വണ്ടിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ വണ്ടി നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ വന്നതാണ്. അതായത് HWJ ഇമ്പോർട്ട്സ്. ഓക്കെ, ജാപ്പനീസ് വണ്ടികളുടെ ലോഗോണിക്കാണ് ജെ. പിന്നെ അതേപോലെ വണ്ടിയുള്ളത് മാസ്ദ RX-3 ആണ്. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്. സ്പോയിലർ കാര്യങ്ങളുണ്ട്. ഫെൻഡറുകൾ കണ്ടോ, അതായത് കസ്റ്റം മെയ്ഡ് ഫെൻഡറുകളാണ്. അതായത് റേസിംഗ് ടച്ച് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുഴപ്പമില്ലാത്ത അലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് കണ്ടോ, ഇത് നമ്മൾ പൊട്ടിക്കുന്നില്ല. ഫ്രണ്ട് കണ്ടോ, ഫ്രണ്ടിൽ നിന്നൊരു ലുക്ക്. ഇത് നമ്മൾ പൊട്ടിക്കണില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കളക്ഷനിൽ ഇതേപോലെ നമ്മൾ ഹാങ് ചെയ്ത് വെക്കാനാണ്. നമ്മൾ ഫസ്റ്റ് മേടിച്ചത് നമ്മുടെ പോർഷാണ്, പോർഷ് 911. അത് ഒരു രക്ഷയില്ലാത്തൊരു മോഡലാണിത്. എനിക്ക് നല്ലോണം പറ്റിയ ഈ സാധനം കണ്ടോ, ട്യൂൺഡ്. ഇത് ട്യൂൺഡാണ്, ഇത് ഇമ്പോർട്ട്സ് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇത് ഫസ്റ്റ് മേടിച്ചതാണ്, ഇതിപ്പോൾ മേടിച്ചതിന് ഒന്നുകൂടി മേടിച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഓക്കെ നമ്മൾ മാറ്റി. ഇനി മെയിനായിട്ടുള്ളത് എന്താ പറയുക, നമ്മുടെ മൂവികളിൽ വരുന്ന കാറുകളുടെ ഒരു എഡിഷനാണ്. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ്റെ വണ്ടിയാണിത്. കണ്ടോ, ഇതിൽ ഫിലിം എഡിഷൻ്റെ ഈ ഒരു ലോഗോണ് ഇവിടെ കാണുന്നത്. ഏത് ഫിലിമത്തേന്ന് ചോദിച്ചാൽ കണ്ടോ, ഗോൾഡ് ഫിംഗേഴ്സ് 60 ഇയർ എന്നുള്ള മൂവിത്തേന്. അതേപോലെ ഹോട്ട് വീൽസ് നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ്റെ 1963 DB5 എന്നുള്ളൊരു മോഡലാണ്. സ്ക്രീൻ ടൈം കണ്ടോ. പിന്നെ അതേപോലെ അതിൻ്റെ ഇതാണ് നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ്റെ കാറ് DB5. ബാക്ക് കാണിച്ചു തരാം. ബാക്കിൽ ആ ഡീറ്റെയിലിംഗ് കണ്ടോ, അതിൻ്റെ ബാക്കിൽ DB5 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ബോക്സൊന്നും പൊട്ടിക്കണില്ല, നമ്മൾ ഇതേപോലെ തന്നെ ഹാങ് ചെയ്ത് വെക്കാനുള്ള പരിപാടിയാണ് കളക്ഷനായിട്ട്. അതേപോലെ അതിൻ്റെ അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, ആ ഒരു വിൻറ്റേജ് ലുക്ക് തന്നെ അതിൽ ഉണ്ട്. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന അതേപടി തന്നെ അതിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ കാണാം. കണ്ടോ, അതിൻ്റെ ആസ്റ്റൺ മാർട്ടിൻ്റെ ഒരു ലോഗോ. പ്ലാസ്റ്റിക് ഉള്ളതുകൊണ്ട് ക്ലിയറായി കാണൂല, സാധനം കണ്ടില്ലേ. നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ്റെ ലോഗോ അവിടെ ഉണ്ട്. ഇതാണ് മോഡല് നമ്മുടെ DB5ൻ്റെ. ഫ്രണ്ടത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഗ്രില്ല് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പം മൊത്തം നമ്മുടെ കയ്യിൽ ഒരു ആസ്റ്റൺ മാർട്ടിൻ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ ഇമ്പോർട്ട്സിൽ ഒരു മാസ്ദ RX-3 ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഹോട്ട് വീൽ കാറായ പോർഷ് 911 ടർബോ 3.6 ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അടുത്ത് 3 ആയിട്ടുണ്ട്. മൊത്തത്തിൽ 3 ഹോട്ട് വീലിൻ്റെ കാറായിട്ടുണ്ട്. ഇനിയും നമ്മൾ മേടിക്കും. അപ്പോൾ ഇതൊക്കെ സാമ്പിൾ മാത്രമാണ്. നല്ല നല്ല പ്രൈസിൽ നമുക്ക് സാധനം കിട്ടാണ്ട്. ഫസ്റ്റ് ഞാൻ മേടിച്ച ഹോട്ട് വീൽ പോർഷിൻ്റെ ഈ ഹോട്ട് വീലിന് എനിക്ക് 17 റിയാൽ വന്നു. ഇത് നമ്മൾ മേടിച്ചത് എനിക്ക് തോന്നുന്നു ഖത്തർ മാളിലാണ്. പിന്നെ ഈ രണ്ടെണ്ണം ഇപ്പോൾ മേടിച്ചത് ഇത് ഒരു വേറെ ഷോപ്പിൽ നിന്നാണ്. ഇത് ലുലുന്നാണ് മേടിച്ചത്. ഈ ആസ്റ്റൺ മാർട്ടിൻ മേടിച്ചത് നമുക്ക് ലുലുന്നാണ്. ലുലുവിൽ നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു 10 റിയാലിന്, അങ്ങനെ മേടിച്ചതാണ്. പിന്നെ അതേപോലെ ഇത് ഞാൻ മേടിച്ചത് എനിക്ക് തോന്നുന്നു എസ്ദാനിലുള്ള ഒരു കിഡി സോൺ പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ്. അവിടെ ഏകദേശം 17 റിയാൽ. ഈ മാളുകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ, അതായത് ഈ കുറച്ചും കൂടി ഹൈ മാളുകളിൽ നിന്ന് മേടിക്കുമ്പോൾ പ്രൈസ് കൂടുതലാണ്, 17 റിയാൽ. അല്ലാത്ത ലുലുവിലൊക്കെ മാക്സിമം 15 റിയാലിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
പക്ഷേ മാളുകളിൽ ഈ കിഡി സോൺ അങ്ങനത്തെ ഒക്കെ ഒരു ഷോപ്പുകൾ നോക്കുമ്പോൾ വില കൂടുതലാണ്. 17 റിയാൽ കാണുന്നുണ്ട്. അത് പറഞ്ഞിട്ട് എല്ലാവർക്കും റെൻറ്റും കാര്യങ്ങളൊക്കെ അതിനെടുത്തിട്ട് വേണം തോന്നുന്നു, അതാണ് ഇത്ര പ്രൈസ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ 3 ഹോട്ട് വീൽ കാറിൻ്റെ കളക്ഷൻ ആയിട്ടുണ്ട്. കാണിച്ചു തരാം. ഹോട്ട് വീൽ കാറിൻ്റെ കളക്ഷൻ ആയിട്ടുണ്ട് 3 എണ്ണം. ഇനിയും കാറുകൾ മേടിക്കണം, നമുക്ക് നോക്കാം. നമ്മുടെ പ്രൈസിന് ഒത്തിട്ടും അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ വന്നാൽ നമ്മൾ എന്തായാലും എടുക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ വീഡിയോസ് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അതേപോലെ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതേപോലെ ഖത്തറിലുള്ളവരാണെങ്കിൽ ഇവിടെ അടുത്ത എവിടെയെങ്കിലൊക്കെ ഒരുപാട് ഹോട്ട് വീൽസിൻ്റെ കളക്ഷനുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺ ആൻഡ് ഗുഡ് ബൈ.